നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ തിയറി പോർഷൻസ് ആണ് കേട്ടോ അത്. അപ്പോൾ ഞാനൊന്ന് ഓടിച്ച് പറയാം, നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. ഡീംഡ് ഇൻകം ആൻഡ് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. ഡീംഡ് ഇൻകം എന്ന് പറയുമ്പോൾ അസസിയുടെ ഇൻകത്തിലൂടെ മറ്റുള്ളവരുടെ ഇൻകം, അതായത് അയാളുടെ ഭാര്യയാവാം, ഭർത്താവാം, അല്ലെങ്കിൽ മക്കളാവാം, അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അവരുടെ ഇൻകം ഈ അസസിയുടെ ഇൻകത്തിലൂടെ കൂട്ടുന്നതിനെയാണ് എന്തു പറയുക, ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് ഇൻകം വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഈസ് കാൾഡ് ഡീംഡ് ഇൻകം. ആരുടെ ഇൻകം ആണോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അയാളുടെ ഇൻകത്തിന് ഡീംഡ് ഇൻകം എന്നും പറയും. Section 60 to 65 of the Income Tax Act deals with the clubbing of income. The following incomes are to be clubbed. 60 to 65 പ്രകാരം ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഇൻകംസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആണ്. അസറ്റ് അനദർ പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഇൻകത്തിന് ഈ അസസിയുടെ ഇൻകത്തിലൂടെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് ഇൻകം ടാക്സ് ചാർജ് ചെയ്തതിന് ശേഷം അത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് കണ്ടെയ്ൻഡ് എ ക്ലോസ് ഫോർ റീട്രാൻസ്ഫർ ആൻഡ് ദ അസറ്റ് ഇൻ ഫ്യൂച്ചർ to the transferor. Transfer of asset containing a clause by which transferor can reassume the right over the asset and income therefrom. അപ്പോൾ റിവോക്കബിൾ ട്രാൻസ്ഫർ പറഞ്ഞാൽ തൽക്കാലം ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കുന്ന ആ സമയത്ത് അസറ്റ് മറ്റൊരാളുടെ പേർക്ക് മാറ്റിയിട്ട് അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ മാറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻകം അസസിയുടെ ഇൻകത്തിലൂടെ തന്നെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇൻകം ഓഫ് സ്പൗസ്. അപ്പോൾ the following incomes of the spouse shall be clubbed in the total income of an individual. സാലറി ഇൻകം, അതേപോലെ തന്നെ കമ്മീഷന് അല്ലെങ്കിൽ അതർ റെമ്യൂണറേഷൻസ്, എന്തെങ്കിലും ഇൻട്രസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. ഇപ്പോൾ സ്പൗസിൻ്റെ പേരിലേക്ക് ഏതെങ്കിലും അസറ്റ് മാറ്റിയിട്ടുണ്ട് വിചാരിക്കുക, പക്ഷേ അതിന് കൺസിഡറേഷൻ, അതായത് അതിനൊരു എമൗണ്ട് കൊടുത്തിട്ടൊന്നല്ല വാങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം അസസിയുടെ ഇൻകത്തിലൂടെ ആഡ് ചെയ്യും. പിന്നെ ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ, ദെൻ ബെനിഫിറ്റ് ഓഫ് സ്പൗസ് എനി ഇൻകം അറൈസിങ് ഫ്രം സച്ച് അസറ്റ്. ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റൊക്കെ എന്താ, ടോട്ടൽ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറിലൂടെ തന്നെ ആഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ ഫോളോവിങ് ഇൻകംസ് ആർ ഷാൾ നോട്ട് ബി ക്ലബ്ഡ്. ക്ലബ്ബ് ചെയ്യാൻ പറ്റാത്ത ഇൻകംസ് ആണ് താഴെ തന്നിട്ടുള്ളത്. റെമ്യൂണറേഷൻ ഏൺഡ് ബൈ ദ സ്പൗസ് ഓൺ അക്കൗണ്ട് ഓഫ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ്. Then assets are transferred for adequate consideration. Assets are transferred in connection with an agreement to live apart. Then income of daughter-in-law. daughter-in-lawയുടെ ഇൻകം പറയുമ്പോൾ ഫ്രം അസസി ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 31st May 1973 ശേഷം ട്രാൻസ്ഫർ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ഡോട്ടറിനോടെ ഇൻകം ഏതിലൂടെ ആഡ് ചെയ്യില്ല, ക്ലബ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്, അസസിയുടെ ഇൻകത്തിലൂടെ. ഇപ്പോൾ ഇൻകം ഫ്രം അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു എ പേഴ്സൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹി സൺസ് വൈഫ്. സൺസ് വൈഫിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്നുണ്ടെങ്കിൽ, പിന്നെ എന്താണ്, എനി ഇൻകം അറൈസിങ് ടു എനി പേഴ്സൺ ഫ്രം അസറ്റ് ട്രാൻസ്ഫേർഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ 31st May 1973 വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ദ ബെനിഫിറ്റ് ഓഫ് സൺസ് വൈഫ് ഷാൾ ബി ഡീംഡ് ടു ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറർ ഇൻഡിവിജ്വൽ ആണ്. അതായത് ഇപ്പോൾ 31st Mayക്ക് ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്തത്, വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഫോർ ദ ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യാതെയാണ് എന്നുണ്ടെങ്കിൽ അത് അസസിയുടെ ഇതിലൂടെ തന്നെ ആഡ് ചെയ്യുന്നുള്ളതാണ്. ഇൻകം ഫ്രം ബിസിനസ്. ഇപ്പോൾ എനി if the individual transfers any asset to the spouse or son's wife without adequate consideration, such asset are invested in a business. adequate consideration ഒന്നും കൊടുക്കാതെയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, എന്നിട്ട് ആ അസറ്റ് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു ആ സ്പൗസ് അല്ലെങ്കിൽ
എന്താണ് സൺസ് വൈഫൊക്കെ. അപ്പോൾ ദ പ്രൊപ്പോർഷനേറ്റ് പ്രോഫിറ്റ് ഓഫ് സച്ച് ബിസിനസ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫർ. അപ്പോൾ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇൻകം ട്രാൻസ്ഫറുടെ ഇൻകത്തിലൂടെ തന്നെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ് or total divided by total investment. Then income of the minor childൻ്റെയും ഇൻകം പാരൻറ്റിൻ്റെ ഇൻകവുമായിട്ട് ആഡ് ചെയ്യും. മൈനർ ചൈൽഡ് ഇൻക്ലൂഡ് സ്റ്റെപ്പ് ചൈൽഡ് ആവാം, അഡോപ്റ്റഡ് ചൈൽഡ് ആവാം. അതിന് അപ്ലൈ ചെയ്യുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. മാരേജ് ഓഫ് ദ പാരൻസ് സബ്സിസ്റ്റ് ഇറ്റ് ഷാൾ ബി ക്ലബ്ഡ് ഇൻ ദ ഇൻകം ഓഫ് ദ പാരൻറ്റ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഗ്രേറ്റർ. ആരുടെ ഇൻകം ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകത്തിലൂടെയാണ് ആഡ് ചെയ്യുക. വെറുതെ മാരേജ് ഓഫ് പാരൻസ് ഡസ് നോട്ട് സബ്സിസ്റ്റ് ഇറ്റ് ഷാൾ ബി ക്ലബ്ഡ് ഇൻ ദ ഇൻകം ഓഫ് ദ പാരൻറ്റ് ഹൂം. ആരാണോ ആ കുട്ടിയെ പ്രീവിയസ് ഇയറിൽ ഒപ്പം നിർത്തിയിരുന്നത് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകത്തിലൂടെയാണ് ആഡ് ചെയ്യുക. ഡസ് നോട്ട് സബ്സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻ ദ കേസസ് ഗിവൺ ബിലോ ക്ലബിംഗ് പ്രൊവിഷൻസ് ആർ നോട്ട് അപ്ലിക്കബിൾ. ക്ലബിംഗ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ലാത്തത് മൈനറിൻ്റെ കേസിൽ ഏതൊക്കെയെന്നുള്ളതാണ്. ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ് ഓൺ അക്കൗണ്ട് ഓഫ് എനി മാനുവൽ വർക്ക്. ആ കുട്ടിക്ക് മാനുവൽ വർക്കിൽ കിട്ടിയ എന്തെങ്കിലും ഇൻകം ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തന്നെ ഇൻകം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഓൺ അക്കൗണ്ട്സ് ഓഫ് ആക്ടിവിറ്റി ഇൻവോൾവിങ് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് സ്കില്ല് നോളേജ് ടാലൻറ്റ് അല്ലേ. കുട്ടികൾക്ക് പല കഴിവിലൂടെയും ചെറുപ്പത്തിൽ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന ഇൻകം ഒന്നും പാരൻസിൻ്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യില്ല. ഇൻകം ഓഫ് ദ മൈനർ ചൈൽഡ് സഫറിങ് ഫ്രം എനി ഡിസേബിലിറ്റി ആയിട്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ദെൻ ഇൻ കേസ് ഓഫ് ഇൻകം ഓഫ് എനി ഇൻഡിവിജ്വൽ ഇൻക്ലൂഡ് ഇൻകം ഓഫ് ഹിസ് മൈനർ ചൈൽഡ് സച്ച് എ ഇൻഡിവിജ്വൽ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു എക്സംഷൻ. അപ്പോൾ ഇൻകം ഓഫ് എനി ഇൻഡിവിജ്വൽ ചൈൽഡ് ഇൻക്ലൂഡ്സ് ദ ഇൻകം ഓഫ് ഹിസ് മൈനറുടെ ഇൻകം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എക്സംഷൻസ് ഉണ്ട്. അണ്ടർ സെക്ഷൻ 1032 പ്രകാരം 1500 രൂപയാണ് ഓരോ മൈനർ ചൈൽഡിനും. 1500 ഓർ മൈനർ ചൈൽഡിൻ്റെ ഇൻകം ഏതാണോ കുറവ് എന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്രോസ് ട്രാൻസ്ഫർ ആണ്. അതായത് രണ്ട് അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അല്ലേ, അങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറിൽ തന്നെയാണ് അതിൻ്റെ ഇൻകം ഉണ്ടായിരിക്കുക. ദെൻ ഇൻകം ഓഫ് കൺവേർട്ടഡ് പ്രോപ്പർട്ടിയാണ്. കൺവേർട്ടഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ 31 ഡിസംബർ 1969 ശേഷം കൺവേർട്ട് ചെയ്തത്. ദ ഇൻകം ഓഫ് സച്ച് പ്രോപ്പർട്ടി ഷാൾ ബി ഡീംഡ് ടു ദി ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറർ ഇൻഡിവിജ്വലിൻ്റെ ഇൻകം തന്നെ ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. ദെൻ ബിനാമി ട്രാൻസാക്ഷൻസ് ആണ്. ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആളുടെ പേരിലല്ല ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. വെൻ എ പേഴ്സൺ എൻറ്റേഴ്സ് ഇൻ ടു എ ട്രാൻസാക്ഷൻ ഇൻ ദ നെയിം ഓഫ് എ പേഴ്സൺ അതർ ദാൻ ദ റിയൽ പേഴ്സൺ. അതായത് കറക്റ്റ് അയാളുടെ പേര് കാണിക്കാതെ വേറൊരാളുടെ പേരിലേക്കൊക്കെ ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബിനാമി. ഇറ്റ് ഈസ് കാൾഡ് ബിനാമി ട്രാൻസാക്ഷൻസ്. ദ ഇൻകം ഓഫ് സച്ച് അസറ്റ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ റിയൽ പേഴ്സൺ. അത്രയാണ് ക്ലബിംഗ് ഓഫ് ഇൻകത്തിൻ്റെ കേസ്. നെക്സ്റ്റ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം ആണ്. അപ്പോൾ അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് ഷെയർ ഇൻ ഇൻകം ഓഫ് AOP ഓർ BOI, ഡീംഡ് ഇൻകംസ്, അതിൽ ക്യാഷ് ക്രെഡിറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, മണി, എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്, അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് ഓൺ ഹുണ്ടി, അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചേഴ്സ്. ദ ഫോളോവിങ് ഇൻകം ഷാൾ ആൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ഇൻകം. ആ ഇൻകത്തിലൂടെയൊക്കെ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഇൻകംസാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഡീംഡ് ഇൻകംസും കാര്യങ്ങളൊക്കെ കേട്ടോ. ദെൻ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ആണ്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ വർഷത്തെ തന്നെ ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്ന പ്രോസസ്സിനെയാണ് സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്. ക്യാരി ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഈ വർഷം ആ ഒരു ബിസിനസ് ലോസ് ഉണ്ടായി, അത് ബിസിനസ് ഇൻകത്തിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് ആ ലോസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഇൻവോൾവ്സ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം അണ്ടർ ദി 5 ഹെഡ്സിൻ്റെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ദർ ഈസ് എ നെഗറ്റീവ് ഇൻകം. അപ്പോൾ അണ്ടർ
any head of income there is negative income, it will give rise to provisions or set off. നെഗറ്റീവ് ഇൻകം അല്ലെങ്കിൽ ലോസ് കാണുമ്പോഴാണ് അത് സെറ്റ് ഓഫ് ചെയ്യും ക്യാരി ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഈ സെറ്റ് ഓഫ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇൻട്രാ സോഴ്സ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ഓഫ് വൺ ഹെഡ് ഈസ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദ ലോസ് ഫ്രം ദ സെയിം ഹെഡ്. ഇപ്പോൾ ബിസിനസ് ഇൻകം ആണെങ്കിൽ ബിസിനസ് ലോസ് ആണെങ്കിൽ ബിസിനസ് ഗെയിനിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യണതിനാണ് ഇൻട്രാ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ദെൻ ഇൻട്രാ സോഴ്സ് സെറ്റ് ഓഫ് റൂൾസ് പറയുന്നുണ്ട്. അതിൽ എക്സെപ്ഷൻസ് ഉള്ളത് കേട്ടോ. എക്സെപ്ഷൻസ് ഉള്ള ഇത് ഏതിനൊക്കെയാണ് എക്സെപ്ഷണൽ കേസസ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. വിത്തിൻ സ്പെക്കുലേഷൻ ഇൻകം ഹെഡ് ലോസ് ഓഫ് സ്പെക്കുലേഷൻ ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് സ്പെക്കുലേഷൻ ഗെയിൻ. ലോങ് ടൈം ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിലൂടെ സെറ്റ് ഓഫ് ചെയ്യാം. ഷോർട്ട് ടൈം ലോസ് ഷോർട്ട് ടൈം ഗെയിനിലും സെറ്റ് ഓഫ് ചെയ്യാം, ലോങ് ടൈം ഗെയിനിലും സെറ്റ് ഓഫ് ചെയ്യാം. ലോസ് ഫ്രം owning and maintaining race horses can be set off only against income from അതൊന്നും തന്നെ പറ്റുള്ളൂ. such activity reverse hour is not true. then inter head set off ആണ് നെക്സ്റ്റ്. ഇൻട്രാ എന്ന് പറയുമ്പോൾ സെയിം ഗെയിനിലൂടെ തന്നെ ആ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളതിനെയാണ് ഇൻട്രാ എന്ന് പറയുന്നത്. ഇൻറ്റർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ, അപ്പോൾ ദർ ഈസ് സം ലോസസ് ദെൻ ദ റിമൈനിങ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് അണ്ടർ എനി അതർ ഹെഡ്. വേറെ ഏതെങ്കിലും ഹെഡിലെ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻറ്റർ ഹെഡ് സെറ്റ് ഓഫ്. അതിനുണ്ട് എക്സെപ്ഷൻസ്. അത് സ്പെക്കുലേഷൻ കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി അതർ ഇൻകം. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ മസ്റ്റ് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി അതർ ഇൻകം ബട്ട് ഓൺലി എഗെയിൻസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ. വെറും ക്യാപിറ്റൽ ഗെയിനിലൂടെ മാത്രമാണ് ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബിസിനസ് ഓവിങ് റൈസ് ഹോഴ്സസ് അതൊക്കെ അതിലൂടെ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് ഓർ പ്രൊഫഷണൽ ലോസ് കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ ദി ഹെഡ് സാലറീസ്. സാലറീസ് എന്ന് പറയുന്ന ഹെഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ബിസിനസ് ഇൻകം അല്ലെങ്കിൽ അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ കനോട്ട് ബി സെറ്റ് ഓഫ് ആണ് കേട്ടോ. ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം സാലറി ഇൻകത്തിലൂടെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ദി മാക്സിമം ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം എനി അതർ ഹെഡ് ഈസ് ₹2 lakh. ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന ലോസിനെ നമുക്ക് മറ്റുള്ള ഇൻകവുമായിട്ടൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം. മാക്സിമം 2 ലക്ഷം വരെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കേസും പറയുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ഇൻകം ബിസിനസ്സും പ്രൊഫഷണൽ ലോസൊക്കെ ബിസിനസ് ഇൻകോ പ്രൊഫഷണൽ ഗെയിനോ ഉണ്ടെങ്കിൽ അതിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. എന്നാൽ ഹൗസ് പ്രോപ്പർട്ടിയുടേത് മറ്റതുമായിട്ടൊക്കെ സെറ്റ് ഓഫ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഓക്കെ.